ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിംനു മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതിസ്യ ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വാ താനാദനായിന. മധുസൂദന, എന്നെ കൊന്നാൽ പോലും 3 ലോകത്തിൻ്റെയും ആധിപത്യത്തിനു വേണ്ടി പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി? ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് ഉണ്ടാകാനാണ്? ആദതായികളായ ഇവരെ കൊന്നാൽ പാപം മാത്രമാണ് നമുക്ക് ഫലമായി കിട്ടുന്നത്. ഭഗവാനോട് അർജുനൻ പറഞ്ഞു കൊടുക്കുക. നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗത്തില് 35, 36 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മളിവിടെ ഉദ്ധരിച്ചത്. അതിൻ്റെ വാക്യാർത്ഥങ്ങളാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്? ആദതായികളായ ഇവനെ കൊന്നാൽ. ആരാണ് ഈ ആദതായികൾ? എന്താണ് ഈ ആദതായികൾ? ദുഷ്ടന്മാര്, പാപം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നവര്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നവര്, ഇവരാണ് ആദതായികൾ. അപ്പൊ ഈ ആദതായികളായിട്ടുള്ളവരെ കൊന്നാൽ നമുക്ക് എന്ത് ഗുണം കിട്ടാനാണ്? അങ്ങനെയുള്ളവരെ കൊന്നാൽ നമുക്കും പാപം കിട്ടുള്ളൂ എന്ന് ഭഗവാനോട് അർജുനൻ പറയുകയാണ്. ഭഗവാന് യാതൊരു കുലുക്കുമില്ല. ഭഗവാൻ ഈ അർജുനന്റെ എല്ലാ വാക്കുകളും അതേപോലെ സസൂക്ഷ്മം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഭഗവാനോടാ പറയണേ. എങ്ങനെയാ സർവജ്ഞൻ? എല്ലാ അറിവുകളുടെയും വിളനിലമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇത് മെയ് മാസമാണ്. അടുത്ത മാസം എന്ന് പറയുന്നത് ജൂണാണ്. മഴ തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകേണ്ട സമയമാണ്. ഒരുപാട് കുട്ടികൾ തങ്ങളുടെ വിദ്യാരംഭം കുറിച്ചു കഴിഞ്ഞു. അവരൊക്കെ പുത്തനുടുപ്പിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും മുഴങ്ങി കേൾക്കേണ്ട ഒരു മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ചമേ. സർവജ്ഞനായ കൃഷ്ണനോട് നമ്മൾ യാചിക്കുകയാണ്. യാചിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ, സർവജ്ഞനായ അങ്ങ് എന്നിൽ പ്രസാദിക്കണേ. രമാരമണ വിശ്വേശ, രമയുടെ രമണനായിട്ടുള്ള ആരാ? മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള അങ്ങ് എന്നിൽ പ്രസാദിച്ച് എനിക്ക് ആ സദ്വിദ്യ പ്രദാനം ചെയ്ത് തരണേ എന്ന് ഓരോ കുട്ടികളും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആ സർവജ്ഞനായ ജഗദ്ഗുരുവായ ഭഗവാനിൽ നിന്ന് സദ്വിദ്യകൾ സ്വീകരിക്കാൻ യോഗ്യനാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഈ വിദ്യാഗോപാല മന്ത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനാണ് തീർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്നത്, തേരാളിയായിട്ട് യുദ്ധഭൂമിയിൽ. അപ്പം അങ്ങനെയുള്ള ഭഗവാനോട് വളരെ തത്വജ്ഞാനിയെ പോലെ, വളരെ വേദജ്ഞാനിയെ പോലെ അർജുനൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തൊരു ഫലമാണ് കിട്ടുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തൊരു പ്രവൃത്തികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്തു കിട്ടാനാണ്?
എന്തെങ്കിലും ഒന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു കർമ്മം ചെയ്തിട്ട് കാര്യമുള്ളൂ. അവിടെ എന്താണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്, നിസാരമല്ല. ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് മൃഗങ്ങൾ, ആനകൾ, കുതിരകൾ, ക്ഷൗഹിണി പടകൾ ഒരുപാടുണ്ട്, ഇതെല്ലാം നശിക്കും. അങ്ങനെയുള്ള ഈ കർമ്മം ചെയ്തിട്ട് എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? തീർച്ചയായും പുനർവിചിന്തനത്തിന് ഇടയാകേണ്ട സന്ദർഭം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ സസൂക്ഷ്മം അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയും, നല്ലൊരു ശ്രോതാവിന് മാത്രമേ നല്ലൊരു പ്രാസംഗികനാകാൻ കഴിയൂ എന്ന്. അല്ലെങ്കിൽ എല്ലാം കേട്ട് മനനം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. അത് ഭഗവാനും ബാധകമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർജുനൻ്റെ വാക്കുകൾ സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ് സ്വജീവിതത്തിലൂടെ. എങ്ങനെയാണ് ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭഗവാന് പറയാം, ഭഗവാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അർജുനൻ അത്ര വലിയ വ്യക്തിയൊന്നുമല്ല. ഭഗവാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അർജുനൻ മഹത് വ്യക്തിയാണ്. പക്ഷെ ഭഗവാന്റെ മുന്നിൽ അത്ര വലിയ വ്യക്തിയൊന്നുമല്ല അർജുനൻ. പക്ഷെ ഭഗവാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. വെറും ഒരു തേരാളിയായിട്ട് ഇരുന്നു കൊണ്ട് തൻ്റെ യജമാനനാക്കി അർജുനനെ വെച്ചുകൊണ്ടാണ് അർജുനൻ്റെ വാക്കുകൾ ഭഗവാൻ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പകർത്തേണ്ട ന്യായങ്ങൾ, അതേപോലെ തന്നെ ലാളിത്യം, ഇതെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഗീതയിൽ കൂടെ. അത് പറഞ്ഞു തരുന്നതിനേക്കാൾ അപ്പുറം, നമ്മളോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് കാട്ടിത്തരാണ് സ്വജീവിതത്തിൽ. ഇങ്ങനെയെല്ലാം ചെയ്യണം, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയുടെ വിധാനത്തിൽ ഈശ്വരന് പോലും പരിമിതികളുണ്ട്. ഞാൻ ഈശ്വരനാന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രകൃതിയുടെ വിധാനത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് ഭഗവാൻ തന്നെ സ്വജീവിതത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരാണ്, നമുക്ക് മനസ്സിലാക്കി തരാണ്. അപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അർജുനൻ. ഇതും ഒരു ലക്ഷണമാണ്, ഒരു വിദ്യാർത്ഥി ലക്ഷണമാണ്. പ്രത്യേകിച്ചും വിദ്യ അർത്ഥിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. എങ്ങനെയുള്ള ചോദ്യങ്ങൾ? നല്ല ചോദ്യങ്ങൾ, തൻ്റെ ജീവിതത്തിലേക്ക് ഉപകാരമാകുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ അർജുനന് ആവശ്യമായ ഉത്തരം ഭഗവാൻ കൊടുത്തതിന് ശേഷം അർജുനൻ്റെ ജീവിത നിലവാരം വീണ്ടും ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധഭൂമിയിൽ ന്യായമായിട്ടുള്ള സംശയങ്ങൾ അർജുനൻ ചോദിക്കുന്നത് പോലെ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ന്യായമായിട്ടുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ഒരു വിദ്യാർത്ഥി പ്രത്യേകിച്ച് അവൻ പഠിക്കുന്ന സമയങ്ങളിൽ തൻ്റെ ഗുരുവിനോട് ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സന്നദ്ധനായി ഇരിക്കണം. ആ ചോദ്യങ്ങളെല്ലാം വ്യക്തമായി കേട്ടതിന് ശേഷം ആ ഗുരു വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് തരുമ്പോൾ ആ ഉത്തരങ്ങൾ നമ്മുടെ ജീവിത നിലവാരത്തെ, അത് ഭൗതികമായാലും ആത്മീയമായാലുമുള്ള ജീവിത നിലവാരത്തെ വളരെയധികം ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ആന്തരികമായി ചിന്തിക്കുമ്പോൾ ഓരോ മനുഷ്യനും വേണ്ടുന്ന രീതിയിലുള്ള ചെറിയതും വലിയതുമായിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രന്ഥം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. നമ്മൾ സതുദ്ദേശത്തോടുകൂടി, സദ്ഭാവനയോടുകൂടി, ക്ഷമയോടുകൂടി അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് മാത്രം. ഇത് കേവലം ഒരു പുരാണ ഗ്രന്ഥമല്ല,
ഈ കലികാലത്തില്, ഈ ആധുനിക കാലഘട്ടത്തില് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ട ഭൗതികവും അതിനെ ബലപ്പെടുത്താൻ ഉതകുന്ന ആത്മീയവുമായിട്ടുള്ള ചിന്തകളുടെ സമാഹാരമാണ് സർവജ്ഞനായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ചു തരുന്നത്. അത്രയും മഹത്തരമാണ് ആ ഗ്രന്ഥം. ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ഇത്രയും നല്ലൊരു ഗ്രന്ഥം വേറെയില്ല. ഒരു ഗൃഹസ്ഥാശ്രമിക്കും ഒരു ആത്മീയ സഞ്ചാരിക്കും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ ഇത്രയും നല്ലൊരു ഗ്രന്ഥം സനാതനധർമ്മത്തിൽ വേറെയില്ല. അതുകൊണ്ടാണ് സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദന പാർത്തോ വത്സുരീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും മഹത്തരമാണ് ഈ ഭഗവത്ഗീത എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവരെയും ഭഗവാൻ ഈ ഗീതാമൃതം നുണയാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ സർവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓരോ വാക്കുകളും ആ സർവജ്ഞനായ ഭഗവാന്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.